ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രിയ വിദ്യാർത്ഥികളെ മറ്റൊരു ഗൂഗിൾ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കപ്പോൾ ഈ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതിയെടുക്കാം. ഇത് ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. അത് കഴിഞ്ഞ് നമുക്ക് പുതിയൊരു പാഠത്തിലേക്ക് എൻ്റർ ചെയ്യാം. ഫോക്കസ് ഏരിയയിലുള്ള ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞൊരു പദ്യമാണ് അടുത്ത ദിവസങ്ങളിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിലെ അവസാന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. Why was, എല്ലാവരും റെഡി ആയിട്ട് എഴുതിക്കോളൂ. Why was Mr. Gupta? Why was Mr. Gupta? എല്ലാവരും എഴുതുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. Why was Mr. Gupta ashamed to face Mrs. Clifford? Ashamed to face Mrs. Clifford. Why was Mr. Gupta ashamed to face Mrs. Clifford? എന്തുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്തയ്ക്ക് മിസ്സസ് ക്ലിഫോർഡിനെ കാണുവാൻ ഒരു നാണക്കേടുണ്ടായിരുന്നു, ഒരു ചമ്മലുണ്ടായിരുന്നെന്നാണ് ചോദ്യം. അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലൊരു വേദന. കാരണം എന്താ? മിസ്സസ് ക്ലിഫോർഡിനോട് മിസ്റ്റർ ഗുപ്ത പറഞ്ഞു ഫ്രാൻസിസ് സുഖമായിട്ടിരിക്കുകയാണെന്ന്. പക്ഷേ ഫ്രാൻസിസ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മരിച്ചു എന്നുള്ള വിവരമാണ് ഇന്ത്യയിൽ നിന്നും കിട്ടിയത്. മിസ്സസ് ക്ലിഫോർഡിന് ആ സത്യം അറിയില്ല. എങ്കിലും മിസ്റ്റർ ഗുപ്തയുടെ മനസ്സിൽ ഒരു കുറ്റബോധം പോലെ അങ്ങനെ കിടക്കുകയാണ്, അല്ലേ? ഒരു വേദന പോലെ കിടക്കുകയാണ്. ഞാനിങ്ങനെ പറഞ്ഞു ഒരാഴ്ച കഴിയുമ്പോഴേക്കും അദ്ദേഹം മരിച്ചു എന്നുള്ള വേദന ഉള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം അല്ലേ? ഓക്കെ. മാഗി അല്ല, നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. മിസ്റ്റർ ഗുപ്ത was ashamed to face Mrs. Clifford because Frank had been dead. Some days when he told her that he was alive and well. എഴുതിയോ? അവിടെ വരെ എഴുതിയോ? ഓക്കെ. ആൺകുട്ടികൾ എന്തോ ഒന്നും പറയാത്ത എഴുതിയോ? ഹലോ. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്താ വെച്ചാൽ ആ വാചകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, മിസ്റ്റർ ഗുപ്ത ആ ക്രിസ്റ്റൽ റിങ്ങിൽ നോക്കിയിട്ട് പറഞ്ഞല്ലോ, ആ പറയുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മിസ്റ്റർ ഫ്രാങ്ക് മരിച്ചിട്ടുണ്ടായിരുന്നു. ആ വാർത്ത പിന്നീട് കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇംഗ്ലണ്ടിൽ എത്തിയത്, അതായത് ഇവർക്ക് കിട്ടിയത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ മിസ്റ്റർ ഗുപ്ത ഒന്നാമത് നുണയെ പറഞ്ഞത്. ആ ക്രിസ്റ്റൽ റിങ്ങിൽ നോക്കിയിട്ട് ഒന്നും തന്നെ അദ്ദേഹം കണ്ടിരുന്നില്ല. അദ്ദേഹം മാഗി പറഞ്ഞതനുസരിച്ച് നല്ലത് സംസാരിച്ചു എന്ന് മാത്രം. സത്യത്തിൽ അദ്ദേഹത്തിന് ഒന്നും തന്നെ അറിവ് ഫ്രാങ്കിനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചമ്മലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത വരി എഴുതാം. Since he had told her a lie.
കോമ ഇട്ടിട്ട് he was ashamed to face her. എഴുതിയോ? ഓക്കെ. അങ്ങനെ ഒരു നുണ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ചമ്മലുണ്ടായിരുന്നത് മിസ്സസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാനായിട്ട്. സത്യത്തിൽ ഒന്നും തന്നെ അദ്ദേഹം ആ ക്രിസ്റ്റൽ റിങ്ങിൽ കണ്ടിരുന്നില്ല. ഈ വാചകത്തിൽ നമ്മൾ സിൻസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സിൻസ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആ കാരണത്താൽ എന്നർത്ഥമാക്കുന്ന രീതിയിലാണ്. പക്ഷെ സിൻസിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. സിൻസിനൊരു പോയിൻ്റ് ഓഫ് ടൈം ഉപയോഗിക്കാറുണ്ട്. പോയിൻ്റ് ഓഫ് ടൈം പ്രതിഫലിക്കാനായിട്ട് അല്ലെങ്കിൽ അർത്ഥമാക്കാനായിട്ട്. രാഹുൽ ദ്രാവിഡ് ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് 1996 തൊട്ട് 1996 കൊല്ലം തൊട്ടിട്ട് രാഹുൽ ദ്രാവിഡ് ക്രിക്കറ്റ് കളിക്കുന്നു എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. പക്ഷേ രാഹുൽ ദ്രാവിഡ് ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ അബൌട്ട് 10 years എന്ന് പറയുമ്പോൾ 4 ആണ് അവിടെ ഉപയോഗിച്ചുള്ളത് സിൻസിന് പകരം. അതിൻ്റെ അർത്ഥം 10 കൊല്ലമായിട്ട് രാഹുൽ ദ്രാവിഡ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു പോയിൻ്റ് ഓഫ് ടൈം അല്ല, ഒരു പീരിയഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു സ്പാൻ ഓഫ് ടൈമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സിൻസും 4ഉം തമ്മിലുള്ള ചെറിയ വ്യത്യാസം മനസ്സിലായ? ഹലോ സിൻസ് എന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായെന്ന് കരുതുന്നു. സിൻസ് എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ഓഫ് ടൈം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. 4 എന്ന് പറയുന്നത് ഒരു പീരിയഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു സ്പാൻ ഓഫ് ടൈം, കാലഘട്ടത്തിൻ്റെ ഒരു കുറച്ച് കാലഘട്ടം സൂചിപ്പിക്കാനാണ് 4 ഉപയോഗിക്കുന്നത്. സിൻസ് ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക കൊല്ലമോ ദിവസമോ സൂചിപ്പിക്കാനാണ്. ഡേറ്റ് അടക്കം പോയിൻ്റ് ഓഫ് ടൈമാണ്. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. പക്ഷേ ഇവിടെ ഈ സിൻസ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ കാരണത്താൽ എന്നാണ് ഇവിടെ സിൻസിന് അർത്ഥം വരുന്നത്. അതായത് ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ വരാം. കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് ഒരു വാക്കിൻ്റെ അർത്ഥത്തിന് മാറ്റം വരാം. ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഓരോ സാഹചര്യത്തെ അനുസരിച്ചായിരിക്കും എന്നുള്ള കാര്യം, ഇംഗ്ലീഷിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി പറഞ്ഞു തരികയാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. ഓക്കെ, ആൺകുട്ടികളെ ഒന്ന് ഇടയ്ക്കൊന്ന് ഉത്തരം പറയൂ. എൻ്റെ ഒരു സമാധാനത്തിന്, നിങ്ങളവിടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പിന്. ഹലോ, അവിടെ ഇല്ലേ? ആൺകുട്ടികൾ അവിടെ ഇല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുക്കല്ലേ? ഓക്കെ, ഋതിക്ക് മാത്രമാണ് ഉത്തരം പറയണം. അമലൊക്കെ എവിടെ? അമൽ അവിടെ ഉണ്ടാ? ഹലോ, എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം കേട്ടോ. വൈ ഡിഡ് സാറ് വർത്താനത്തിൻ്റെ ഇടയിൽ വൈ ഡിഡ് എന്നല്ലാണ്ട് തുടങ്ങണ്ട. അടുത്ത ക്വസ്റ്റ്യന് വൈ ഡിഡ് അല്ല തുടങ്ങണ്ട. അത് അടുത്ത ക്വസ്റ്റ്യനാണ്. അത് ആ ഓർഡർ പ്രകാരം പോയാലാണ് ആ കഥയുടെ കറക്റ്റ് കോൺസെപ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ വൈ ഡിഡ് എന്നുള്ളത് വെട്ടിക്കോ കേട്ടോ. അത് പറയണതിൻ്റെ വർത്താനം ചോദിക്കണതിൻ്റെ ഇടയിൽ അത് തെറ്റിപ്പോയി. അപ്പോൾ നമുക്ക് വൈ ഡിഡ് നിന്ന് തെറ്റിയിട്ട് ഇത് എഴുതിക്കും. വാട്ട് വാസ് the promise given to Maggie? What was the promise given to Maggie? മാഗിക്ക് എന്ത് പ്രോമിസാണ് മിസ്റ്റർ ഗുപ്ത നൽകിയത് എന്നാണ് ചോദ്യം. മനസ്സിലായോ? ഹലോ, ഓക്കെ, എന്ത് പ്രോമിസാണ് മിസ്റ്റർ ഗുപ്ത നൽകിയത്? മാഗിയുടെ സഹോദരനായ ഫ്രാങ്കിൻ്റെ കല്ലറയിൽ പോയി പൂക്കൾ നിക്ഷേപിക്കാം, പൂക്കൾ വയ്ക്കാം എന്നാണ് മിസ്റ്റർ ഗുപ്ത മാഗിയോട് പ്രോമിസ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു ഉത്തരം എഴുതിയെടുക്കാം. ഉത്തരമാണ് എഴുതണം കേട്ടോ, എഴുതിയെടുത്തോളൂ. The promise given to Maggie was that the narrator കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ, was that the narrator ബ്രാക്കറ്റിലെ മിസ്റ്റർ ഗുപ്ത എന്ന് എഴുതണ്ട കേട്ടോ. നറേറ്റർ ആണല്ലോ മിസ്റ്റർ ഗുപ്ത. അതിന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ എഴുതൂ. വുഡ് വിസിറ്റ്
would visit the grave, would visit the grave of her brother, of her brother, of her brother at of her brother at Fort Monroe, at Fort Monroe. ഫോർട്ട് സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. FORT, മോൺട്രോ MONROE, ഫോർട്ട് മോൺട്രോ സ്ഥലത്തിൻ്റെ പേരാട്ടോ അതൊക്കെ. ഫോർട്ട് മോൺട്രോ നിയർ, ഫോർട്ട് മോൺട്രോ നിയർ ഡെറാ, DRA, ഡെറാ ഖാസി, GHAZI, ഡെറാ ഖാസി ഖാൻ, ഡെറാ ഖാസി ഖാൻ, KHAN, ഡെറാ ഖാസി ഖാൻ. when he goes to India, when he goes to India, when he goes to India. എഴുതിയോ? when he goes to India. അവിടെ വരെ എഴുതിയാ? when he goes to India. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടി എന്ത് പ്രോമിസാണ് നൽകിയതെന്ന്. തൻ്റെ സഹോദരൻ്റെ കല്ലറയിൽ പോകാം ഇന്ത്യയിലെ മിസ്റ്റർ ഗുപ്ത പോകുമ്പോൾ, ഒപ്പം തന്നെ അവിടെ പൂക്കൾ നിക്ഷേപിക്കാം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം എഴുതിയെടുക്കാം, അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. ഹലോ, അടുത്ത ചോദ്യമാണ് സാർ നേരത്തെ ആദ്യം തെറ്റി പറഞ്ഞത്. ഇത് തുടങ്ങുന്നതാണ് വൈ ഡിഡ് Maggie give a shilling to Mr. Gupta? Why did Maggie give a shilling to Mr. Gupta? എഴുതിയോ? Why did Maggie give a shilling to Mr. Gupta? അവിടെ വരെ എഴുതിയോ? ഓക്കെ, സാർ ആ ക്വസ്റ്റ്യൻ ഒരിക്കലും ആവർത്തിക്കാം. എഴുതി തീരാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. Why did Maggie give a shilling to Mr. Gupta? എന്തുകൊണ്ടാണ് ഒരു ഷെല്ലിങ് മാഗി ഗുപ്തയ്ക്ക് കൊടുത്തത് എന്നാണ് ചോദ്യം. ഓക്കെ, ചോദ്യം മനസ്സിലായല്ലോ? ഹലോ, ഓക്കെ, നമുക്ക് ഉത്തരം എഴുതാം. നമുക്കറിയാം ഉത്തരം. ഷെല്ലിങ് കൊടുത്തത് തൻ്റെ സഹോദരൻ്റെ കല്ലറയിൽ പൂക്കൾ കൊണ്ടുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു ഷെല്ലിങ്ങിനുള്ള പൂക്കൾ വാങ്ങി, തതുല്യമായ ആ പൈസയ്ക്ക് തുല്യമായ പൂക്കൾ വാങ്ങി തൻ്റെ സഹോദരൻ്റെ കല്ലറയിൽ കൊണ്ടുവയ്ക്കുവാനാണ് മാഗി ഒരു ഷെല്ലിങ് നമ്മുടെ മിസ്റ്റർ ഗുപ്തയ്ക്ക് കൊടുത്തത്. നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. Maggie gave a shilling. Maggie gave a shilling to Mr. Gupta. Maggie gave a shilling to Mr. Gupta to buy flowers and place them on her brother's grave. ഗ്രേവ് എന്ന് വെച്ചാൽ കല്ലറ എന്നാണ് അർത്ഥം വരുന്നത്. ഗ്രേവ് സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. GRAVE, ഗ്രേവ്, ബ്രദേഴ്സ് ഗ്രേവ് at Fort Monroe, near
ടെറ ഖാസി ഖാൻ. നേരത്തെ എഴുതിയ അതേ സ്പെല്ലിംഗ് തന്നെയാണ്. അറ്റ് ഫോർട്ട് മോൺട്രോ നിയർ ടെറ ഖാസി ഖാൻ. DERA ടെറ GHAZI ഖാസി ഖാൻ KHAN നിയർ ടെറ ഖാസി ഖാൻ. ഹലോ, അവിടം വരെ എഴുതിയോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരവും കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. സാറ് പറയുന്നത് ശ്രദ്ധിച്ച് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. Explain the reason why Mr. Gupta accepted the shilling. ഷില്ലിംഗ് സ്പെല്ലിംഗ് SHILLING. ഷില്ലിംഗ് എന്താണെന്ന് സാറ് പറഞ്ഞിരുന്നു. ബ്രിട്ടനിലുള്ള ഒരു കറൻസി, നമ്മുടെ ഇന്ത്യയിൽ രൂപ പോലെ ബ്രിട്ടനിലെ ഒരു കറൻസിയുടെ പേരാണ് ഷില്ലിംഗ്. മനസ്സിലായല്ലോ? ബ്രിട്ടനിലെ കറൻസിയുടെ പേരാണ് ഷില്ലിംഗ്. മനസ്സിലായല്ലോ? ഹലോ, ഓക്കെ. അപ്പോൾ നമ്മുടെ ചോദ്യം വെരി ഗുഡ്. നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, എന്തുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്ത ഒരു ഷില്ലിങ് നമ്മുടെ മാഗിയുടെ കയ്യിൽ നിന്നും വാങ്ങിയത് എന്നാണ് ചോദ്യം. കാരണം മിസ്റ്റർ ഗുപ്തയാണ് സാമ്പത്തികമായിട്ട് കുറച്ചും കൂടി ഭദ്രതയിലുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന മാഗിയുടെ കയ്യിൽ നിന്ന് എന്തുകൊണ്ട് ഒരു ഷില്ലിങ് വാങ്ങാൻ ഗുപ്ത മനസ്സ് കാണിച്ചു എന്നാണ് ചോദ്യം. മാഗിയുടെ കയ്യിൽ നിന്നും ഗുപ്ത മനസ്സ് കാണിച്ചത് എന്താ? പൈസ വാങ്ങാൻ. മാഗിക്ക് തൻ്റെ സഹോദരനോട് എന്തെങ്കിലും ഒരു കടപ്പാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് സഫലീകരിക്കാൻ മിസ്റ്റർ ഗുപ്ത എതിര് നിൽക്കരുത്. തൻ്റെ ഈ ചെറിയ നാണയം വാങ്ങിക്കൊണ്ട് അവിടെ പൂക്കൾ കൊണ്ടുവയ്ക്കണം. എവിടെ? നമ്മുടെ മിസ്റ്റർ ഫ്രാങ്കിൻ്റെ കല്ലറയിൽ പൂക്കൾ കൊണ്ടുവയ്ക്കണം. അപ്പോൾ അതൊരു സഹോദരിയുടെ ഒരു വലിയ ആഗ്രഹമാണ്, കടപ്പാടാണ്. സഹോദരിക്ക് തൻ്റെ സഹോദരനോടുള്ള ഒരു സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന, മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ കടപ്പാട് അല്ലെങ്കിൽ സ്നേഹം കാണിക്കുന്ന ഒരു സാഹചര്യം മിസ്റ്റർ ഗുപ്ത തിരസ്കരിക്കരുത്, നിരസിക്കരുത് എന്നാണ് അവിടെ പറഞ്ഞത്. എന്നെക്കൊണ്ട് തന്നെ ആ പൈസ, ആ പൂക്കൾക്ക് ആവശ്യമുള്ള പൈസ നൽകാൻ അനുവദിക്കണമെന്നാണ് മാഗിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ഉത്തരം എഴുതിയെടുക്കാണല്ലോ. ഓക്കെ, ഉത്തരം എഴുതിയെടുക്കാം. ഇനീഷ്യലി INITIALLY ഇനീഷ്യലി Mr. Gupta wanted to give back the shilling to Maggie. telling her that there were plenty 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 എന്ന് വെച്ചാൽ വളരെ അധികം, plenty of flowers in India. അവിടെ വരെ എഴുതിയോ? ഓക്കെ, ആൺകുട്ടികളെ ഉത്തരം പറയോ? എഴുതിയോ? ഹലോ, അഞ്ജന മാത്രമാണോ എഴുതിയത്? എഴുതിയാ?
ഓക്കെ 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 വെരി ഗുഡ്. എഴുതുന്നുള്ള പ്രതീക്ഷയിലാണ് സാർ മുന്നോട്ട് പോണേട്ടാ. ഓക്കെ. പ്ലെൻറ്റി ഓഫ് ഫ്ലവേഴ്സ് ഇൻ ഇന്ത്യ. അന്നാന്ന് എടുക്കുന്നത് അന്നാന്ന് തന്നെ എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്കൂൾ തുറക്കുന്ന സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് ആ ബുക്കൊക്കെ റെഫർ ചെയ്യാൻ പറ്റും. പിന്നെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ടൊക്കെ വളരെയധികം ഈ നോട്ട്സ് സഹായിക്കും. ഇതിൽ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ നിർത്തിയത് പ്ലെൻറ്റി ഓഫ് ഫ്ലവേഴ്സ് ഇൻ ഇന്ത്യ. അവിടെ വരെയല്ലേ നിർത്തിയത്? പ്ലെൻറ്റി ഓഫ് ഫ്ലവേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഹീ കുഡ് ഗെറ്റ് some flowers free to place them on her brother's grave. അവിടെ വരെ എഴുതിയോ? ഹലോ? ഓക്കെ. ബ്രദേഴ്സ് ഗ്രേവ് ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ. ബട്ട് ദിസ് വുഡ് deprive the girl of the joy of sacrifice she was making for her dead brother. അവിടെ വരെ എഴുതിയോ? She was making for her sacrifice she was making for her dead brother. എഴുതി കഴിഞ്ഞോ? ഓക്കെ. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത വരി. സോ മിസ്റ്റർ ഗുപ്ത accepted സ്വീകരിക്കുക. accepted സ്പെല്ലിംഗ് ACCEPTED. accepted the shilling. so Mr. Gupta accepted the shilling. ഓക്കെ. ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് തുടർന്ന് ഇങ്ങനെ എഴുതൂ. The grief in her heart would lessen lessen കുറയുക. ഗ്രീഫ് GRIEF ഗ്രീഫ് അതീവ ദുഃഖം. would lessen with the sacrifice she was making. ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ. To earn a shilling she had to do a lot of work. To earn a shilling she had to do a lot of work. എഴുതിയോ? To earn shilling she had to do a lot of work. ഷെല്ലിംഗ് സമ്പാദിക്കണമെങ്കിൽ ഒരുപാട് ജോലി അവൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തൻ്റെ സഹോദരനോടുള്ള ഒരു ത്യാഗം, ആ ജോലി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പൈസയിൽ നിന്നും പൈസ ഉപയോഗിച്ച് തൻ്റെ സഹോദരൻ്റെ കല്ലറയിൽ പൂക്കൾ വെക്കണമെന്ന് ഒരു നിർബന്ധം, ആർക്കുണ്ടായിരുന്നു? മാഗിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്ത ആ പൈസ സ്വീകരിക്കാനായിട്ട് തയ്യാറായത്. മനസ്സിലായല്ലോ?
ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. ഇറ്റ് ഈസ് നൈദർ ദ സെയിം. അടുത്ത ചോദ്യമാണ്. ഇറ്റ് ഈസ് നൈദർ ദ സെയിം. ഇറ്റ് ഈസ് നൈദർ ദ സെയിം everywhere. It is neither the same everywhere, nor the same all the year, nor the same all the year round India, round in India, all the year round in India, all the year round in India. അവിടെ വരെ എഴുതിയോ? ഓൾ ദ ഇയർ റൗണ്ട് ഇൻ ഇന്ത്യ എന്നാണ് കേട്ടോ. അത് ഇൻവെർട്ടർ കോമയിൽ ഇടുക. അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുക. അത് കഴിഞ്ഞ് വൈ എന്തുകൊണ്ട് എഴുതിയ വൈ. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ശ്രദ്ധിക്കുക. It is neither the same everywhere nor the same all the year round in India. അതായത് ആ ചോദ്യം അത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പിന്നെ വൈ എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെയല്ല. എവിടെ? ഇന്ത്യയിൽ. എല്ലാ സ്ഥലത്തും എല്ലാം ഒരുപോലെയല്ല ഇന്ത്യയിൽ നിന്ന്. അതുപോലെ തന്നെ എല്ലാ കാലഘട്ടത്തിലും, കൊല്ലത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും എല്ലാം ഒരുപോലെയല്ല ഇന്ത്യയിൽ നിന്നാണ്. അതായത് ഇന്ത്യയിൽ ഒരുപാട് ക്ലൈമറ്റ് ഡിഫറൻസുകളും അതുതന്നെ ലൊക്കേഷൻ അനുസരിച്ചുള്ള ഡിഫറൻസുകൾ ഒരുപാടുണ്ട്. പല സ്റ്റേറ്റുകളും പല പോലത്തെ അവസ്ഥകളാണ് എന്നാണ് ആ വാചകം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ഉത്തരമാണ് എഴുതണേ കേട്ടാ. എന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്തത ഇന്ത്യയിലുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ഇന്ത്യ എഴുതി തുടങ്ങാം കേട്ടോ. ഇന്ത്യ ഈസ് vast country. India is a vast country with different climate zones. And it is not the same everywhere. Nor is the same all the year around. കൊല്ലത്തിലെ എല്ലാ സമയത്തും ഒരുപോലെയല്ല, അതുപോലെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല. അവിടെയൊക്കെ ക്ലൈമറ്റിന് ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കും വ്യത്യാസമുണ്ട്. ഇന്ത്യ വലിയൊരു രാജ്യമാണ്, വ്യത്യാസമുള്ള ക്ലൈമറ്റ് സോണുകളുള്ള രാജ്യമാണ്, ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇത് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം അല്ലെങ്കിൽ അർത്ഥം. മനസ്സിലായോ? എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതിയാ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ്റെ മാർജിനിൽ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് എഴുതിക്കോളൂ. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ എന്നിട്ട് ഇൻവെർട്ടർ കോമയിലെ ടൈറ്റിൽ എഴുതുക. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. എഴുതിയോ? ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എഴുതിയാ? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി സാർ ആവർത്തിക്കാം, ശ്രദ്ധിച്ചോളൂ. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഇൻവെർട്ടർ കോമയിൽ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. അവിടെ വരെ എഴുതിയോ? ഹലോ,
എഴുതിയില്ലോ? എല്ലാവരും എഴുതിയോ? അതോ ഋതിക്ക് മാത്രമാണോ എഴുതി കഴിഞ്ഞിട്ടുള്ളത്? ഹലോ, എഴുതി. വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് തലക്കെട്ട് കൊടുക്കാനുള്ള കാരണം എന്ത്? ആ തലക്കെട്ടിൻ്റെ അർത്ഥവ്യാഖ്യാനം എന്ത്? അർത്ഥം എന്ത് എന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. നമുക്കറിയാം പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് ആ പാഠത്തിന് തലക്കെട്ട് വരാനുള്ള കാരണം മാഗിയുടെ അതിതീവ്രമായ സഹോദര സ്നേഹത്തിൻ്റെ പ്രതിഫലനം എന്നോളം ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു ഷെല്ലിങ്ങിന് തത്തുല്യമായ പൂക്കൾ തൻ്റെ സഹോദരനായ ഫ്രാൻസിസിൻ്റെ കല്ലറയിൽ വയ്ക്കാൻ ആയിട്ട് ആഗ്രഹിക്കുകയും അതിനാവശ്യമുള്ള ഒരു ഷെല്ലിങ് മിസ്റ്റർ ഗുപ്തയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ആ പ്രവൃത്തിയിൽ നിന്നാണ് ആ തലക്കെട്ടിൻ്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമാകുന്നത്. ആ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് ത്യാഗോജ്വലമായ സഹോദര സ്നേഹമാണ്. സംഭവം വളരെ വിഷമത്തിലാണ് മാഗി. തൻ്റെ സഹോദരൻ മരിച്ചതിൽ അതിതീവ്രമായൊരു ദുഃഖവും ഒരു മനസ്സിന് ഭയങ്കരമായൊരു വേദനയും തട്ടിയിട്ടുണ്ട്. ആ വേദനയിൽ നിന്നുകൊണ്ടും ആ സഹോദരനോടുള്ള കടപ്പാട് ത്യാഗോജ്വലമായ രീതിയിൽ മാഗി ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രവൃത്തി തന്നെയാണ് സഹോദര സ്നേഹം സൂചിപ്പിക്കാനായിട്ട് അവൾ ചെയ്യുന്നത്. അതായത് അവിടെ ആ ഷെല്ലിങ് മിസ്റ്റർ ഗുപ്തയുടെ അടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന ആ ഒരു വില, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, സഹോദര സ്നേഹം വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടോ അളക്കാൻ സാധിക്കില്ല. നമുക്കതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വാക്കുകളോ പ്രവൃത്തികളോ പറ്റില്ല. സഹോദരനോടുള്ള സ്നേഹം അതിനേക്കാളൊക്കെ മേലെയാണ്. പക്ഷേ ഇവിടെ തനിക്ക് ഇപ്പോൾ ഭൗതികമായി ഇരിക്കുന്ന അവസ്ഥയിൽ, ഭൂമിയിൽ ജീവിക്കുന്ന ഈ അവസ്ഥയിൽ തന്നാൽ കഴിയുന്ന ഒരു രീതിയിൽ മാഗി തൻ്റെ സഹോദര സ്നേഹം വെളിവാക്കുന്ന ഈ രംഗം അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി, അത് തന്നെയാണ് ഈ പാഠത്തിന് ഏറ്റവും ഉചിതമായ തലക്കെട്ട് അഥവാ ടൈറ്റിൽ. നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ഹലോ, ഓക്കെ. അപ്പോൾ എഴുതിക്കോളൂ. ദ സ്റ്റോറി ഈസ് ആപ്റ്റ്ലി, വളരെ കറക്റ്റായിട്ട്, ആപ്റ്റ്ലി സ്പെല്ലിംഗ് APTLY, ആപ്റ്റ്ലി എന്ന് വെച്ചാൽ വളരെ കൃത്യതയോടെ. ആപ്റ്റ്ലി ടൈറ്റിൽഡ്, സ്റ്റോറി ഈസ് ആപ്റ്റ്ലി ടൈറ്റിൽഡ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ആപ്റ്റ്ലി ടൈറ്റിൽഡ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഫുൾ സ്റ്റോപ്പ് ഇടുക. വളരെ കൃത്യമായിട്ട് തന്നെയാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ടൈറ്റിലെ പാഠത്തിന് അല്ലെങ്കിൽ കഥയ്ക്ക് കൊടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വരെ എഴുതിയോ? ഹലോ, ഓക്കെ. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നമുക്കിങ്ങനെ എഴുതാം. യങ് ഗേൾ impoverished, IMPOVERISHED. സ്പെല്ലിങ്സ് ഒന്നുകൂടി പറഞ്ഞുതരാം. IMPOVERISHED, impoverished and miserable, MISERABLE, മിസറബിൾ എന്ന് വെച്ചാൽ വളരെ കഷ്ടമുള്ള ഒരവസ്ഥ. മിസറിയിലാണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രയാസത്തിലാണെന്നൊക്കെ പറയില്ലേ. മിസറബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. ഇംപവറിഷ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഹലോ, ഇംപവറിഷ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ആർക്കെങ്കിലും പറയാമോ? ഞാൻ ഈ പാഠത്തിലെ അർത്ഥങ്ങൾ തന്നപ്പോൾ അതിൽ തന്നെ ഉണ്ട്. ആ അർത്ഥങ്ങളൊന്ന് മറിച്ച് നോക്കുക ആരെങ്കിലും ഒരാൾ. എന്നിട്ട് ആ ഇംപവറിഷ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് സാറിന് പറഞ്ഞു തന്നെ. നിങ്ങൾ എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ട്? വെരി ഗുഡ്. അഞ്ജന വളരെ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നോ? കണ്ടെത്താൻ പറ്റിയോ? അത് ബാക്കിലേക്ക് മറിച്ച് കഴിഞ്ഞാൽ മീനിങ്സിലുണ്ട് ഇംപവറിഷ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. അഞ്ജന പറഞ്ഞു വളരെ കറക്റ്റാണ്, ദരിദ്രരായ. ഓക്കെ, മറ്റു വിദ്യാർത്ഥികളും അത് കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇംപവറിഷ്ഡ്, അതായത് നമ്മൾ തന്ന 51-52 വാക്കുകളിൽ ഒരു വാക്കാണ് ഇംപവറിഷ്ഡ്. ഇംപവറിഷ്ഡ് എന്ന് വെച്ചാൽ വളരെ ദരിദ്രമായ. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എ യങ് ഗേൾ ഇംപവറിഷ്ഡ്, വളരെ ദരിദ്രമായ, ആൻഡ് മിസറബിൾ, വളരെ പരിതാപകരമായ അവസ്ഥ. സാക്രിഫൈസസ്, ആ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. ഇംപവറിഷ്ഡ് ആൻഡ് മിസറബിൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉത്തരം എഴുതാം.
ഉത്തരം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കോളൂ. സാക്രിഫൈസസ്, SACRIFICES, സാക്രിഫൈസസ്. A shilling for flowers to place on her brother's grave. അവിടെ വരെ എഴുതിയോ? ഹലോ. അതായത് ആ പെൺകുട്ടി ദാരിദ്ര്യവും വളരെ പരിതാപകരമായ പ്രയാസകരമായ അവസ്ഥയിൽ നിന്നും തൻ്റെ സഹോദരനെ ഒരു ഷെല്ലിങ്ങിൻ്റെ അളവിന്, ഒരു ഷെല്ലിംഗ് എന്ന് പറയുന്ന നാണയത്തിന് തുല്യമായ, ഒരു ഷെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ, ആ പൈസയുടെ തുല്യമായ പൂക്കൾ വയ്ക്കാൻ തുനിയുന്നു. അത് വളരെ ഒരു അധികം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഷെല്ലിംഗ് അവൾക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ഷെല്ലിംഗ് തൻ്റെ സഹോദരനോടുള്ള ത്യാഗോജ്വലമായ സ്നേഹം പ്രതിഫലിക്കാനായിട്ട് മിസ്റ്റർ ഗുപ്തയുടെ അടുത്ത് കൊടുക്കുകയാണ് മാഗി ചെയ്യുന്നത്. അതിന് തുല്യമായ പൂക്കൾ അവിടെ വയ്ക്കുവാൻ അദ്ദേഹത്തോട് അവൾ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ആ ടൈറ്റിൽ വളരെ ആപ്റ്റാണെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത വരി നമുക്ക് എഴുതാം. ദ നറേറ്റർ ഡസ് നോട്ട് വാണ്ട് to destroy the kind gesture that the girl makes for he knows it brings her a lot of consolation. Brings her a lot of consolation. അവിടെ വരെ എഴുതിയോ? ഹലോ, എഴുതി കഴിഞ്ഞ ആ സെൻറ്റൻസ് ഒരിക്കൽ കൂടി സാർ ആവർത്തിക്കാം. എഴുതി കഴിയാത്തവർ എഴുതിക്കോളൂ. ദ നറേറ്റർ ഡസ് നോട്ട് വോണ്ട് ടു ഡിസ്ട്രോയ് ദ കൈൻഡ് ജെസ്റ്റർ ദാറ്റ് ദ ഗേൾ മേക്സ് ഫോർ ഹി നോസ് ഇറ്റ് ബ്രിങ്സ് ഹെർ എ ലോട്ട് ഓഫ് കോൺസലേഷൻ. അതായത് ആ വാചകത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നറേറ്റർ ആയിരിക്കുന്ന മിസ്റ്റർ ഗുപ്തയ്ക്ക് മാഗി കൊടുക്കുന്ന ഈ ഷില്ലിംഗ് വാങ്ങാതിരിക്കാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം സാഹചര്യം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, കൊടുക്കാമായിരുന്നു, ആ ഷില്ലിങ് തിരിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്താൽ മാഗിയുടെ മനസ്സിന് ഒരു വലിയ ദുഃഖവും മുറിവും ആവും. തൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെങ്കിലും തൻ്റെ സഹോദരനോടുള്ള കടപ്പാട് ത്യാഗോജലമായ രീതിയിൽ തന്നെ അവൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആ ഷില്ലിങ് കൊടുക്കുന്നതോട് കൂടെ അവളുടെ മനസ്സിന് ഭയങ്കരമായ ഒരു കോൺസലേഷൻ അഥവാ ഒരു ആശ്വാസം ലഭിച്ചേനെ. പക്ഷേ അത് തിരിച്ചു കൊടുത്താൽ ആശ്വാസം ഇല്ലാതാവില്ലേ? അതാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റില് വളരെ ആപ്റ്റാണ് അവിടെ. മനസ്സിലായല്ലോ? അതാണ് ആ ഉത്തരത്തിൽ എഴുതി വെച്ചത്. നമ്മൾ മനസ്സിലായല്ലോ? ഉത്തരം സൂചിപ്പിക്കുന്നത് അതാണ്. ഇതുവരെ എഴുതിയത് എല്ലാവർക്കും കൃത്യമായിട്ട് എഴുതാൻ സാധിച്ചല്ലോ? ഹലോ, ഓക്കെ. അപ്പോൾ ആ ക്വസ്റ്റ്യന് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. ആ ക്വസ്റ്റ്യന് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. മാർജിനിൽ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി ആബ്സെൻ്റ് ആയ ആളുകളുടെ പേര് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് വിളിക്കാം. അവരെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റ് പറയാൻ മടിക്കരുത്. ക്യാപ്പിൽ അമീന, ദിൽഷാദ്, മെഗ്നിൽ വന്നിട്ടില്ല. ഹാഷിർ വന്നിട്ടുണ്ടോ? ഹാഷിർ ഉണ്ടോ? ഇല്ല. സിനാൻ, മുഹമ്മദ് സിനാൻ വന്നിട്ടില്ല. നന്ദന വന്നിട്ടുണ്ടോ? നന്ദന ഇല്ല. ഋതുൽ വന്നിട്ടുണ്ടോ? ഇല്ല.
സൗരവ് ആബ്സെൻറ്റ്. സുഹാന ആബ്സെൻറ്റ്. ഇപ്പോൾ പേര് വിളിച്ചവർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ട് എന്ന് പറയാൻ മടിക്കരുത്. ഇനിയിപ്പോൾ ഞാൻ OFEയിലെ അറ്റൻഡൻസ് ആണ് വിളിക്കുന്നത്. അഭിഷേക് വന്നിട്ടുണ്ടോ? ഇല്ല. അഫ്സൽ റഹ്മാൻ വന്നിട്ടുണ്ടോ? ഹലോ, പ്രസൻ്റ് ആണോ? ഓക്കെ. അഫ്സൽ പ്രസൻറ്റ് മാർക്ക് ചെയ്തു കേട്ടോ. അഫ്സലിനെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദിലിനെ വിളിച്ചത്. ആദിൽ വന്നിട്ടുണ്ടോ? ആദിലിനെ ഉദ്ദേശിച്ചത്. ആദിൽ വന്നിട്ടുണ്ടോ? ആദിൽ വന്നിട്ടില്ല. ഓക്കെ. അഫ്സൽ ഞാൻ നേരത്തെ പ്രസൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, പേടിക്കണ്ട. ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് ആദിലിൻ്റെ പേരിൻ്റെ നേരെ അല്ല തോന്നിയത്. അതൊരു പാരലാക്സ് എററായിട്ട് ആണ്. അഫ്സലിൻ്റെ പേരിന് നേരെയാണ് ആബ്സെൻ്റ് ആയിട്ട് തോന്നിയത്. പക്ഷേ സാറിന് അതും തിരുത്തി അഫ്സൽ പ്രസൻ്റ് ആണെന്ന് നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദിൽ വന്നിട്ടില്ല. അജിത്ത് വന്നിട്ടില്ല. അൽകേഷ് വന്നിട്ടില്ല. ഫർഹാൻ ഹസൻ ഹലോ. ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞില്ലല്ലോ. ഓക്കെ. നഫീം പ്രസൻ്റ് ആണോ? നഫീം ഇല്ല. ഓക്കെ, ആബ്സെൻറ്റ്. നിയാസ് വന്നിട്ടില്ല. സായൂജ് വന്നിട്ടില്ല. ഷഹിൻഷാ കുറേ നാളായി വന്നിട്ട്. ഇനി ഓണം ആവേണ്ടി വരുമെന്നാണാവോ പ്രസൻ്റ് ആവാൻ. ഓക്കെ, ഷഹിൻഷാ വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ പ്രിയ വിദ്യാർത്ഥികളെ, അപ്പോൾ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറ്റൻഡൻസ് ഉണ്ടെന്ന് പറയുക. നമ്മുടെ നേരത്തെ അഫ്സലും നമ്മുടെ ഫർഹാനും പറഞ്ഞതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഉടനടി പറയാം കേട്ടോ. ഇപ്പോൾ സാറിനത് മാർക്ക് ചെയ്യാൻ പറ്റും, പ്രസൻറ്റ് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, അപ്പോൾ ഇന്നൊക്കെ ഇത് മതി അല്ലേ? അടുത്ത ദിവസം നമുക്ക് പുതിയ ഒരു പദ്യം എടുത്തുതരാം. ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന ഒരു പദ്യമാണ് എടുത്തുതരാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റ് ഔട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് നിർബന്ധം സാറ് പറയില്ല. കാരണം ഈ കാലഘട്ടത്തിൽ പുറത്ത് പോയി ഒരു അപകടം നിങ്ങൾ വരുത്താനിടയാകരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡെത്ത് ദ ലെവലർ ബൈ ജെയിംസ് ഷെർലിയുടെ ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞ പദ്യം എടുത്തു തരാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ക്ലോസ് ചെയ്യാം. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്.